ഈ അടുത്ത കാലത്തായി കോൺഗ്രസ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമായിട്ടും മുസ്ലിം പ്രീണനത്തെ മുൻനിർത്തിയുള്ളതും ക്രൈസ്തവ താൽപ്പര്യങ്ങളെ തഴയുന്നതുമാണ് എന്ന് വളരെ വ്യക്തമാണ്. അതിന് കാരണം ക്രൈസ്തവർക്ക് സംഘടിതമായ ഒരു ശക്തിയില്ല എന്നുള്ളതും പ്രതികരണശേഷിയും ചങ്കൂറ്റവുമുള്ള ഒരു ഒറ്റ രാഷ്ട്രീയ നേതാവ് പോലും ക്രൈസ്തവരുടെ ഇടയിൽ ഇല്ല എന്നതുമാണ്. ആ കുറവ് കുറച്ചൊക്കെ നികത്തുന്നത് PC ജോർജ് മാത്രമാണ്. പൗരത്വ ബിൽ, മദ്രസ ക്ഷേമനിധി, ലവ് ജിഹാദ് വിഷയങ്ങൾ, മുനമ്പം വഖഫ് വിഷയം, എമ്പുരാൻ എന്നീ വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ കോൺഗ്രസിൻ്റെ വ്യക്തമായ നിലപാട് മുസ്ലിം പ്രീണനം എന്നത് മാത്രമായിരുന്നു. അങ്ങനെ മുസ്ലിം പ്രീണനം നടത്തുമ്പോൾ അവിടെ ക്രൈസ്തവ അവകാശങ്ങളുടെ വ്യക്തമായ പ്രകടമായ ലംഘനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഒരു മതേതര രാജ്യത്ത് ന്യൂനപക്ഷ താൽപ്പര്യമെന്ന പേരിൽ മുസ്ലിം പ്രീണനം നടത്തി ക്രൈസ്തവ താൽപ്പര്യങ്ങളെ തകർത്ത് കളയുന്ന കോൺഗ്രസിൻ്റെ കപട മതേതരത്വ നിലപാടിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് കോൺഗ്രസിലെ ക്രൈസ്തവ നാമധാരികളായ രാഷ്ട്രീയ നേതാക്കൾ. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള മുസ്ലിം രാഷ്ട്രീയക്കാർ വളരെ വ്യക്തമായി അവരുടെ മത താൽപ്പര്യങ്ങളെ മനസ്സിലാക്കുകയും അത് നേടിയെടുക്കുവാനായി സംഘടിതമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ക്രൈസ്തവ രാഷ്ട്രീയക്കാർക്ക് തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം എന്താണെന്നോ ക്രൈസ്തവ താൽപ്പര്യം എന്താണെന്നോ എന്ത് നിലപാട് ഓരോ സാഹചര്യങ്ങളിൽ എടുക്കണമെന്നോ ഒന്നും ഒരു ബോധവുമില്ലാതെ അവർ പോവുകയാണ്. അവർ വെറുതെ തങ്ങളുടെ പാർട്ടി നേതാക്കളെ പ്രസാദിപ്പിക്കാനും അവരോടുള്ള കൂറ് പ്രകടിപ്പിക്കുവാനുമൊക്കെ മത്സരിച്ച് നടക്കുന്ന ആജ്ഞാനുവർത്തികളായി അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായ സാഹചര്യം. സമുദായത്തിൻ്റെ വോട്ട് വാങ്ങിയിട്ട് സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളായി തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ അധപ്പതിച്ചോ എന്ന് ക്രൈസ്തവ സമൂഹം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി മുസ്ലിം പ്രീണനം നടത്തുമ്പോൾ കോൺഗ്രസിലെ ക്രൈസ്തവ രാഷ്ട്രീയക്കാരും മുസ്ലിം താൽപ്പര്യത്തിനായി നിലകൊള്ളുകയും സ്വന്തം സമുദായത്തെ വഞ്ചിക്കുകയുമാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം അടിസ്ഥാനപരമായും ദൈവശാസ്ത്രപരമായും വിശ്വാസപരമായും ചരിത്രപരമായും ക്രിസ്തീയ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും പരസ്പരം വിരുദ്ധമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാം മതവിശ്വാസവും പരസ്പര വിരുദ്ധമായിരിക്കുന്നത് എന്ന് അല്പമായിട്ട് മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹത്തിന് ആവശ്യമാണ്. ബൈബിൾ പ്രകാരം ദൈവം ദൈവപുത്രനായി പ്രത്യക്ഷനായത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നതിനാണ്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം കാൽവരി യാഗമരണത്തിലൂടെ യേശു അനുഭവിക്കുകയും മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവനും തൻ്റെ ശരീരത്തിൽ വഹിക്കുകയും ചെയ്തു എന്നത് ദൈവിക തീരുമാനവും ദൈവ പദ്ധതിയുടെ പൂർത്തീകരണവുമായിരുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബൈബിൾ പ്രകാരം ദൈവിക പദ്ധതി പ്രകാരം കുരിശിൽ മരിച്ച് യേശു അടക്കപ്പെട്ടിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പാപം, മരണം, സാത്താൻ, ലോകം എന്നീ ശക്തികളുടെ മേൽ ജയം നേടി ആ ജയം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദാനമായി നൽകി. എന്നാൽ ഈ ബൈബിൾ സത്യങ്ങളെയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുന്ന ഒരു ക്രിസ്തു വിരുദ്ധ ബൈബിൾ വിരുദ്ധ പ്രസ്ഥാനമായിട്ടാണ് ഇസ്ലാം മതം ക്രിസ്തുവിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് എന്ന ഒരു വ്യക്തിയിലൂടെ രൂപപ്പെട്ടു വന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ മരണത്തിന്
600 വർഷങ്ങൾക്ക് ശേഷം അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസങ്ങളെ നിഷേധിക്കുന്ന ഒരു പ്രതിപക്ഷ പ്രസ്ഥാനമായിട്ടാണ് മുഹമ്മദിലൂടെ ഇസ്ലാമും അല്ലാഹുവും പ്രത്യക്ഷമാകുന്നത്, ചരിത്രപരമായി പ്രത്യക്ഷപ്പെടുന്നത്. അത് ബൈബിളിനെയും യഹോവയെയും യേശുവിനെയും അവസരവാദപരമായി ഉപയോഗിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു നിഷേധ പ്രസ്ഥാനമാണ്. ഇസ്ലാം പ്രഥമമായും എതിർക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവരെയുമാണ്. അല്ലാഹുവും യഹോവയും വാസ്തവത്തിൽ ഇരുവരുടെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ പ്രകാരം ഒന്നല്ല, മറിച്ച് പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് മുസ്ലിം കലിമയിൽ അല്ലാഹുവിന് പകരമായി യഹോവ എന്ന വാക്ക് ഉപയോഗിക്കുവാൻ അവർ ഒരിക്കലും തയ്യാറാകാത്തത്. എന്നാൽ ഇവ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ ആശയക്കുഴപ്പത്തിലാക്കുവാനും അവർ ശ്രമിക്കും. ക്രൈസ്തവ സഭ ലോകം മുഴുവൻ വ്യാപിച്ചതിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം മതം വരുന്നത്. അവരുടെ വാദങ്ങൾക്ക് ചരിത്രമില്ല. ചരിത്ര യാഥാർത്ഥ്യങ്ങളുമായി ഘടകവിരുദ്ധമായ നിലപാടാണ് ഇസ്ലാമിനുള്ളത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു മരിച്ചിട്ടില്ല, ഉയർത്തിട്ടില്ല എന്ന് അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് സൂറ 4:157 അപ്രകാരം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ വിശ്വാസമാണ് ഖുറാനിലൂടെ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് യേശു ദൈവപുത്രനല്ല, മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തിട്ടില്ല എന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത്. അതൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ചിലവിൽ ക്ഷേമനിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുവാൻ ക്ഷേമനിധി എവിടെയായിരുന്നു ക്രൈസ്തവ MP-മാരും MLA-മാരും? ഖുറാനും ഇസ്ലാമും ബൈബിളിൻ്റെ കാതലായ എല്ലാ ഉപദേശങ്ങളെയും, യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും ദൈവപുത്രത്വത്തെയും നിഷേധിക്കുന്നു. ക്രിസ്ത്യാനികളെ പരമാവധി ഇല്ലാതാക്കുവാൻ മാക്സിമം ശ്രമിക്കുന്നു. അതാണ് ലോകം മുഴുവൻ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകചരിത്രത്തിൽ ഏറ്റവും തെളിവുള്ള സംഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം. അതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലോക ചരിത്രത്തിലും ഏറ്റവും തെളിവുണ്ട്. ആ മരണസംഭവത്തെ അത് നടന്നതിന് ശേഷം 600 വർഷം കഴിഞ്ഞു വന്ന ഇസ്ലാം നിഷേധിക്കുകയാണ്. അതും ഒരു മനുഷ്യനിലൂടെ മാത്രം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സൂറ 4:157. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കായ മുസ്ലിങ്ങൾ യേശുവിൻ്റെ മരണത്തെ നിഷേധിക്കുന്നതിൽ വലിയ യുക്തിരാഹിത്യം അടങ്ങിയിരിക്കുന്നു. അവർ യുക്തിരഹിതമായി യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നിഷേധിക്കുക മാത്രമല്ല, അത് വിശ്വസിക്കുന്നവരെ കൊല്ലാനും കൂടി തയ്യാറാകുന്നു. ഇത് ഗുരുതരമായ ചരിത്ര സത്യത്തിൻ്റെ നിഷേധവും മനുഷ്യാവകാശ ലംഘനവും മനുഷ്യത്വരഹിതമായ നിലപാടുമാണ്. ഇതൊക്കെ പഠിപ്പിക്കാനാണ് നമ്മൾ കേരളത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തിനായി ക്ഷേമനിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ എന്ത് മതേതരത്വമാണുള്ളത്? ഇതൊക്കെ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുന്ന നിലപാടുകളാണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കൾക്കും MP-മാർക്കും MLA-മാർക്കും കഴിയാതെ പോയത് എന്താണ്? ഹൈന്ദവ മതഗ്രന്ഥങ്ങളിലൊന്നും ക്രൈസ്തവ വിരുദ്ധമായ ആശയങ്ങളില്ല, പ്രസ്താവനകളില്ല, ക്രൈസ്തവ വിദ്വേഷമില്ല. എന്നാൽ ഇസ്ലാമും ഖുറാനും വ്യക്തമായി ക്രൈസ്തവ വിരുദ്ധമാണ്. യേശുക്രിസ്തു ദൈവപുത്രനല്ലെന്നും മരിച്ചിട്ടില്ലെന്നും ഉയർത്തിട്ടില്ല എന്നും പഠിപ്പിക്കുന്നു. ക്രൈസ്തവരെ പരമാവധി എതിർക്കണമെന്നും പഠിപ്പിക്കുന്നു. സംഘപരിവാറിൻ്റെ വർഗീയതയേക്കാൾ അപകടകരവും കാപഠ്യം നിറഞ്ഞതും കോൺഗ്രസിൻ്റെ കപട മതേതരത്വവും ന്യൂനപക്ഷ വർഗീയ പ്രീണനവുമാണ് എന്ന് ക്രൈസ്തവർ മനസ്സിലാക്കിയിരിക്കുന്നു. സംഘപരിവാർ ഹിന്ദുത്വ താൽപ്പര്യങ്ങൾ
തുറന്ന് സമ്മതിക്കുമ്പോൾ തന്നെ മതേതരത്വവും സ്വാതന്ത്ര്യവും നൽകുന്നതിൻ്റെ തെളിവല്ലേ എല്ലാവർക്കും ഇപ്പോഴും അവരെ എതിർത്ത് സംസാരിക്കുവാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം? എന്നാൽ കോൺഗ്രസ് മതേതരത്വം പറയുകയും പച്ചയായ മുസ്ലിം പ്രീണനം നടത്തി ക്രൈസ്തവരെ കബളിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ക്രൈസ്തവ MP, MLA രാഷ്ട്രീയക്കാർ ദൈവപുത്രനായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ എങ്ങനെയാണ് അതിന് നേരെ വിപരീതമായി വിശ്വസിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ ചേരികളുമായി കൂട്ടുകൂടി ക്രൈസ്തവർക്കെതിരായി നിയമനിർമ്മാണങ്ങൾ നടത്തുവാൻ കഴിയുക? അതിനാൽ ക്രൈസ്തവർ തങ്ങളുടേതായ ഒരു മതേതര പാർട്ടി ഉണ്ടാക്കുകയോ തങ്ങളുടെ വിശ്വാസത്തെ എതിർക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുമായി ധാരണയുണ്ടാക്കുകയോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കപട മതേതരത്വത്തിൻ്റെയും മതപ്രീണനത്തിൻ്റെയും മറവിൽ വഞ്ചിക്കപ്പെട്ട് ബലിയാടുകളായി തീരുകയാണ് ക്രൈസ്തവ സമൂഹം. അതിന് ഉത്തരവാദികൾ കഴിവുകെട്ട ചില രാഷ്ട്രീയ നേതാക്കളും മത പുരോഹിതന്മാരുമാണ്. എന്താണിത്? കേരളത്തിലെ ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കൾക്ക്, MP, MLA-മാർക്ക് ഒരു ആത്മാഭിമാനവുമില്ലേ? ഇത്തരം കാതലായ വിശ്വാസ വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ശക്തമായ നിലപാട് എടുക്കേണ്ടതല്ലേ? തങ്ങളുടെ കൂറ് പാർട്ടിയോടാണോ, ദൈവത്തോടാണോ, സഭയോടും സ്വന്തം സമൂഹത്തോടുമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ട, തീരുമാനമെടുക്കേണ്ട സമയമാണിത്. എല്ലാ പാർട്ടികളും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ ക്രൈസ്തവ പേരുള്ളവരെ മത്സരിപ്പിക്കും. പാവം ജനങ്ങൾ വിചാരിക്കും അയാൾ ജയിച്ചാൽ തങ്ങളുടെ ക്രൈസ്തവ താൽപ്പര്യത്തിനായി നിലപാടുകൾ എടുക്കുമെന്ന്. അങ്ങനെയൊക്കെ വോട്ട് നേടി ജയിച്ചാൽ അടുത്ത ഇലക്ഷന് പോലും അവരെ കാണില്ല. അടിച്ചുപൊളിച്ച് ശമ്പളവും പെൻഷനുമൊക്കെയായി ജീവിക്കാമല്ലോ. ഇവരൊക്കെ ക്രൈസ്തവ സമൂഹത്തെയും താൽപ്പര്യങ്ങളെയും വിശ്വാസത്തെയും ഒറ്റിക്കൊടുത്ത് വഞ്ചിക്കുകയല്ലയോ ചെയ്യുന്നത് എന്ന് ജനം ചിന്തിക്കേണ്ട സമയമായി. ഇവർക്കൊക്കെ ശരിയായ ക്രൈസ്തവ വിശ്വാസവും മൂല്യങ്ങളും ഉണ്ടോ എന്ന് സംശയമാണ്. അതൊക്കെ പകർന്നു കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട ക്രൈസ്തവ സഭയുടെ നേതാക്കൾ അമ്പെ പരാജയപ്പെട്ടു പോയി എന്നതാണ് സത്യം. എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയണമെങ്കിൽ PC ജോർജ് തന്നെ വേണമെന്ന ഗതികേടാണ് കേരളത്തിലെ ക്രൈസ്തവർ. വഖഫ് വിഷയത്തിലും ഇപ്പോൾ മുസ്ലിം താൽപ്പര്യങ്ങളും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന ദയനീയമായ ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അതായത് കോൺഗ്രസിൽ അമുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും ക്രൈസ്തവർ, മുസ്ലിം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അടിമവേല ചെയ്യുകയാണോ എന്ന് പോലും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നിലവിലുള്ളത്. മുസ്ലിം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കപട മതേതരത്വ പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചോ എന്ന് സുബോധമുള്ള കോൺഗ്രസ്സുകാരും ചിന്തിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞുപോയി. കോൺഗ്രസ് നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക: ഒരു 10 വർഷത്തിനകം മുസ്ലിം പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ തുടങ്ങും. അവർ ശക്തരായിത്തീരും. അന്ന് കോൺഗ്രസ്സുകാരെ കറിവേപ്പില പോലെ എടുത്ത് ദൂരക്കളയും. കാപട്യവും പ്രീണനവും വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ സമൂഹത്തിലോ രാജ്യത്തിലോ നല്ലതല്ല. അത് രാജ്യത്തെ ക്ഷീണിപ്പിക്കും. കപട മതേതരത്വവും വർഗീയ പ്രീണനവും രാജ്യദ്രോഹപരമാണ്. BJP എന്ത് വിഷയത്തിൽ എന്ത് നിലപാടെടുത്താലും അതിനെ എതിർക്കുക എന്നത് ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ നയമായി കണക്കാക്കുവാൻ കഴിയില്ല.